ഹലോ, എല്ലാവർക്കും ഡിവൈൻ ബെറ്റാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മാത്യൂസ്, തൊടുപുഴയാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പോൾ കുറേ നാളായി വീഡിയോസ് ചെയ്തിട്ട് നമ്മുടെ ഒത്തിരി കൂട്ടുകാർ പരാതി പറഞ്ഞു. ഇടാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും എല്ലാം ഉള്ളൊരു സമയം ഒത്തു വരാത്തതുകൊണ്ടാണ്. കുറച്ച് നമ്മുടെ ജോലി തിരക്കുകളും നല്ല തിരക്കായി പോയിക്കൊണ്ടിരിക്കുന്നു. ഫാമും എല്ലാം കൂടെ ഓടിക്കണം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഇടാൻ ടോപ്പിക്കൊക്കെ നമ്മൾ പണ്ട് മീനുകളുടെ ഓരോ വെറൈറ്റിയെക്കുറിച്ചൊക്കെ ഒത്തിരി വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒത്തിരി അധികം വെറൈറ്റി മീനുകളൊക്കെ നമ്മുടെ അടുത്തുകളുണ്ട്. പക്ഷേ ഒന്നും വീഡിയോസ് എല്ലാത്തിൻ്റെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇടുന്നതിന് മുന്നേ, ഇന്നത്തെ വീഡിയോ ഇടാൻ വേണ്ടി ഹെവിയായി ഇന്നത്തെ വീഡിയോ വരാൻ വേണ്ടി തന്നെ കാരണമായ രണ്ടാൾക്കാരുണ്ട്. ഒരാൾ നമ്മുടെ വിജയ്, റാന്നിയിലുള്ള വിജയാണ്, ഈ കാണുന്ന ആളാണ്. ഇനി ഒരാൾ നമ്മുടെ അനന്തുവാണ്. പത്തനംതിട്ട ജില്ലയിലാണ് ഞാൻ പറയുന്നുള്ളൂ. പത്തനംതിട്ടയുടെ ഏതോ ഒരു മൂലയ്ക്ക് കിടക്കുന്ന നമ്മുടെ അനന്ത് ബ്രോ. അപ്പോൾ വിജയ് ബ്രോയുടെയും അനന്ത് ബ്രോയുടെയും ഭയങ്കരമായ പ്രഷർ കാരണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇടുന്നത് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ബെറ്റ വെറൈറ്റിയെക്കുറിച്ച് തന്നെയാണ്. ഒരു വെറൈറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വലിയ കോംപ്ലക്സ് വൈൽഡ് ബെറ്റയുടെ ഒരു വകുപ്പ് തന്നെയാണ്. ഇന്തോനേഷ്യയിൽ മാത്രം കാണുന്ന ഇന്തോനേഷ്യൻ പ്യുവർ വൈൽഡ് ബെറ്റാസായ കൊക്കിന കോംപ്ലക്സ് എന്ന് ജനറലി വിളിക്കുന്ന ബെറ്റാസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിൽ തന്നെ ഒന്ന് രണ്ട് വെറൈറ്റികളെ, അതിൽ മെയിൻ ഐറ്റമായ ബെറ്റ ഹെൻഡ്രയുടെ ഒരു ബ്രീഡിങ് സെറ്റപ്പും ബ്രീഡിങ് അറേഞ്ച്മെൻറ്റൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് കൊക്കിന ബെറ്റാസിൻ്റെ കുറച്ച് കഥ പറയാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽസിലേക്ക് വരാം. ഞാനിപ്പം കൊക്കിന കോംപ്ലക്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് നമ്മൾ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അത് കോംപ്ലക്സ് ആക്കി കളയേണ്ട, സിമ്പിളാണ്. അതായത് ഇപ്പോൾ നമ്മൾ ബെറ്റാസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി തരത്തിലുണ്ട്. അപ്പം നമ്മൾ ജനറലി കാണുന്ന ബെറ്റാസ് ഉണ്ടല്ലോ നമ്മുടെ ഷോപ്പിലും, അല്ലെങ്കിൽ നമ്മുടെ HMBK, ഹാഫ് ഫോൺ, അതെല്ലാം ബെറ്റാ സ്പ്ലെൻഡൻസ് എന്ന് പറഞ്ഞ കോംപ്ലക്സിൽ നിന്നും ഉണ്ടായി വന്നേക്കുന്ന ഐറ്റംസാണ് നമ്മൾ കണ്ടേക്കുന്നതല്ല. അപ്പോൾ അതെല്ലാം സ്പ്ലെൻഡൻസ് കോംപ്ലക്സ് ആണ്. അതേപോലെ പല സ്പീഷീസാണ്, എന്നെല്ലാം ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അവർ തമ്മിൽ ഇൻ്റർബ്രീഡ് ആവാം. അങ്ങനെയുള്ളൊരു സംഭവത്തിനെല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്നതാണ് കോംപ്ലക്സ് എന്ന്. ബേസിക്കലി ബെറ്റാ സ്പ്ലെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വെറൈറ്റീസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തായ്ലൻഡിലൊക്കെ കാണുന്ന വൈൽഡ് ബെറ്റാസിൽ ഇപ്പോൾ നമുക്ക് അതിൻ്റെ വൈൽഡ് ബെറ്റാസിൻ്റെ തന്നെ കുറച്ചും കൂടെ ഭംഗി കൂട്ടിയ മോഡൽസാണ് നമ്മൾ കാണുന്നത്. അതായത് നമ്മുടെ ഇംബെല്ലിസ്, മഹാച്ചായി, സ്മരഗ്ഡീന, അങ്ങനെയുള്ള വൈൽഡ് ബെറ്റാസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഗ്രൂപ്പാണ് ബെറ്റാ സ്പ്ലെൻഡൻസ്. അപ്പോൾ അതിൻ്റെ തന്നെ ആദ്യം ബെറ്റാ സ്പ്ലെൻഡൻസ് എന്ന് തന്നെ പേരുള്ള ഒരു വൈൽഡ് ബെറ്റ ഉണ്ട്. അതിൻ്റെ ഒറിജിനൽ ഫോം ഞാനിപ്പം ഈ ഗൂഗിളിൽ നിന്നിട്ട് ഇടാ ഫോട്ടോ കാണിച്ചത്. ഇങ്ങനെയായിരുന്നു ബെറ്റാ സ്പ്ലെൻഡൻസ് എന്ന് പറഞ്ഞ ആ പേര് വന്ന ബെറ്റ സ്പീഷീസ്. പിന്നെ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി സ്പീഷീസുകളാണ് നമ്മുടെ ഇംബെല്ലിസ്, മഹാച്ചായി, സ്മരഗ്ഡീന, അങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ അതെല്ലാം ചേർത്താണ് സ്പ്ലെൻഡൻസ് കോംപ്ലക്സ്. അതുപോലെ വേറൊരു കോംപ്ലക്സാണ് കൊക്കിന കോംപ്ലക്സ്. ഇത് തായ്ലൻഡിലല്ല, ഇത് ഇന്തോനേഷ്യയിലും മലേഷ്യ ആണെന്ന് തോന്നുന്നത്, ഞാൻ മറന്നു. അപ്പോൾ ആ ഏരിയ ഇന്തോനേഷ്യയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇന്തോനേഷ്യയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് വന്നേക്കുന്ന ഐറ്റംസാണ് ഈ കൊക്കിന കോംപ്ലക്സ്. ഈ കൊക്കിന കോംപ്ലക്സിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ചെണ്ണം അത് നമുക്ക് എല്ലാം ഒന്നും നമ്മൾ കണ്ടിട്ട് പോലുമില്ല. എല്ലായിടത്തും നമുക്ക് പറഞ്ഞ പോലെ ഫേസ്ബുക്കിലോ ഗൂഗിളിലോ പോലും കാണാനില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. കിട്ടുവാണെങ്കിൽ ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനോട് അത് ഇട്ട് തരാം. ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആരോ ഷെയർ ചെയ്തൊരു ലിസ്റ്റ്. അപ്പോൾ അത്രയധികം വെറൈറ്റി ഉണ്ട്. എല്ലാം കണ്ടു കഴിഞ്ഞ് ചിലപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഏകദേശം നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരേ ഐറ്റം ആണെന്ന് തോന്നും, പക്ഷേ ഡിഫറെൻ്റ് ആണ്. പക്ഷേ അവർ തമ്മിൽ ഇൻ്റർ ബ്രീഡ് ആകാം. ഇതെല്ലാം പല പല ലൊക്കേഷനുകളിലുള്ള പല ലൊക്കേഷനിൽ വന്നതുകൊണ്ടുള്ള വ്യതിയാനങ്ങളാണ് നിങ്ങൾക്ക് സംഭവിച്ചേക്കുന്നത്. അതാണ് ആ ചെറിയ കളറിൻ്റെയും പാറ്റേൺസിൻ്റെയൊക്കെ വ്യത്യാസം വരിക. ഓക്കെ, അപ്പോൾ അതിൽ മെയിൻ കുറച്ച് ഐറ്റംസ് നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നത് ഹെൻഡ്ര, ബ്രൗണോറം, ബർഡിഗാള, പേസിഫോൺ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പം അതിൽ കുറച്ചെണ്ണൊക്കെ നമ്മുടെ അടുത്തുണ്ട്, കുറേ നാളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹെൻഡ്രയൊക്കെ ഒത്തിരി ബ്രീഡ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഉള്ളതാണ് 1-2 വർഷമായിട്ട്. നമ്മളിവിടെ ബ്രീഡ് ചെയ്തേക്കുന്നത് ബെറ്റ ഹെൻഡ്ര, ബെറ്റ ബർഡിഗാള, ബെറ്റ ബ്രൗണോറും, വേറെ ഒന്നും ഉണ്ടായിരുന്നു, ഞാൻ മറന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ ബ്രീഡ് കൊടുക്കുന്നത്. കൂടുതലും കൊടുത്തേക്കുന്ന ഹെൻഡ്ര ഐറ്റംസ്, ഹെൻഡ്രയും ബർഡിഗാളയൊക്കെയാണ് കൂടുതൽ നമ്മൾ ബ്രീഡ് ചെയ്ത് സെയിൽ ചെയ്തിട്ടുള്ളത്. ഇനി കൊക്കിന കോംപ്ലക്സിൻ്റെ കുറച്ച് വിശേഷം പറയാം. അവർ നല്ല അസിഡിക് വാട്ടറാണ്. അവർ pH ഒത്തിരി താഴെയുള്ള ഒരു ഭാഗത്താണ് അവർ നിങ്ങൾ കാണാറുള്ളത്. ഒഴുക്കില്ലാത്ത കെട്ടിക്കിടക്കുന്ന ഹൈറ്റ് കുറവുള്ള, വെള്ളത്തിന് ഹൈറ്റ് കുറവുള്ള ഏരിയാസിലാണ് ഇവർ കൂടുതലും കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മളിവിടെ വന്നാലും കുഞ്ഞുങ്ങളുണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബ്രീഡാവും, നമ്മളൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, എല്ലാവരും മുട്ടയിടും. പക്ഷേ മുട്ട വിരിയുന്നില്ല. വിരിയാൻ ഏതൊരു പർട്ടിക്കുലർ സമയത്ത് എല്ലാം കൂടെ ഒത്തു വന്നാൽ
ടെമ്പറേച്ചറും pH എല്ലാം കറക്റ്റ് സെറ്റ് ആയാലാണ് അതിൻ്റെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് നമുക്ക് പോപ്പുലർ ആക്കാൻ പറ്റാത്തത്. അതുപോലെ ഒരു ബ്രീഡിങ്ങിൽ സാധാ മുട്ട ഇത് 100 കണക്കിന് മുട്ടകൾ ഇട്ട് കൂട്ടുമ്പോൾ നമ്മുടെ കോക്കിനസ് മാക്സിമം ഒരു 40 മുട്ട ഇടുള്ളൂ. അതിലൊരു 10-20 കുഞ്ഞുങ്ങളൊക്കെയാണ് ഒരു ബാച്ചിൽ മാക്സിമം വിരിഞ്ഞും കിട്ടും. അതൊക്കെ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഈ ബെറ്റ കോംപ്ലക്സുകളെക്കുറിച്ച് നിങ്ങൾക്ക് ഇനി വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വെച്ചാണ്. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ പുള്ളി ആരാണെങ്കിലും നല്ല ഓതറാണ്, പുള്ളി നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇൻട്രസ്റ്റ് ഉള്ളവർ അതിൽ നിന്ന് കയറി ഒന്ന് വായിച്ചും കൂടെ നോക്കുക. അപ്പോൾ നമുക്കിനി നേരെ ബെറ്റ ഹെൻഡ്ര ബ്രീഡിങ്ങിലേക്ക് പോകാം. പിന്നെ അത് കാണിച്ചു തരാം. ഇപ്പോൾ ബെറ്റ ഹെൻഡ്രേനെ നമ്മൾ ബ്രീഡിങ്ങിൽ ഇട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളായ പെയറാണ്. നമുക്കൊന്നും കൂടെ ടാങ്ക് മാറ്റി. അങ്ങനത്തെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ടായി, ഒത്തിരി ഉണ്ടായതായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഫംഗസൊക്കെ പിടിച്ച് ഭയങ്കര മഴക്കാലമല്ല, അതുകൊണ്ട് കുറച്ചെണ്ണമൊക്കെ പോയി. ബാക്കി കുറച്ച് കുഞ്ഞുങ്ങളായിട്ട് കിടപ്പുണ്ട്. ഇനി നമ്മളൊരു ടാങ്ക് മാറ്റി ഒന്നും കൂടെ വേറെ ടാങ്കിലേക്ക് വെള്ളമൊക്കെ സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് വെള്ളം സെറ്റ് ചെയ്ത് ഞാൻ അവരെ ഇട്ടു ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ ഈ ടാങ്കിലാണ് കേട്ടോ കിടക്കുന്നത്. ജസ്റ്റ് അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. ഇത് കുറച്ചും കൂടെയൊക്കെ ഫ്രണ്ട്ലി ടൈപ്പാണ്, ഒത്തിരി ഒരു പേടിയില്ല. ഇത് ഫീമെയിലാണ്. നമ്മളിവിടെ 2-3 ജനറേഷൻ കഴിഞ്ഞു. ഞാൻ 2 സ്ഥലത്തുനിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയോ മിക്സായി വന്നപ്പോൾ ഒരു തവണ പേടിയൊന്നുമില്ലാതെ നോർമൽ ഒരു വൈൽഡ് ബെറ്റയുടെ മാത്രം ലെവൽ പേടിയോടുകൂടി നമ്മുടെ മെയിലാണ്. ബെറ്റ ഹെൻഡ്ര പലരും കൺഫ്യൂഷനുള്ള സാധനമാണ്. ബ്ലൂ ഉണ്ടോ ഗ്രീൻ ഉണ്ടോ, 2 ടൈപ്പ് ഉണ്ടോ, ബ്രൗൺ ഉണ്ടോ? അത് പല ബേസിക്കലി ഒരു ടൈപ്പ് ഉള്ളൂ എന്നാണ് ഞാൻ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായേക്കുന്നത്. നമുക്കൊരു ഫ്ലെയറിങ് വീഡിയോ കിട്ടുമോ നോക്കാം. നല്ല ഭംഗിയാണ് കേട്ടോ ബെറ്റ ഹെൻഡ്ര. ഇതൊക്കെ നമുക്ക് തന്നെ ചില ആംഗിളിൽ ഗ്രീൻ ആയിട്ടും ചില ആംഗിളിൽ ബ്ലൂ ആയിട്ടും കാണുന്നില്ലേ, അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ ഇൻ്റർനെറ്റിൽ കാണുമ്പോൾ ചില ഫോട്ടോയിൽ ബ്ലൂ ആയിട്ടും ചില ഫോട്ടോയിൽ ഗ്രീൻ ആയിട്ടും കണ്ട് ബ്ലൂ ഹെൻഡ്രയും ഗ്രീൻ ഹെൻഡ്രയൊക്കെ ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇതാണ് നമ്മളൊരു ബ്രീഡറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്ന കാര്യം. ഇനിയിപ്പോൾ ഇതിനെയൊക്കെ പലപ്പോഴായിട്ട് ബ്രീഡ് ചെയ്ത് പുതിയ ലെവലായി കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മ്യൂട്ടേഷൻസൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പം ഇതാണ് ഇവർക്ക് വേണ്ടിയിട്ട് ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റാക്കി വയ്ക്കുന്ന ഒരു ടാങ്ക്. ഇതിൻ്റെ ഏകദേശം ഒരു സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 അടിയാണെന്ന് തോന്നുന്നു കേട്ടോ, അല്ലെങ്കിൽ 4 അടിയുടെ അടുത്തുണ്ട് നീളം, ഒരു 3/4 അടി വീതി, 1 അടി പൊക്കം. ഇങ്ങനെ ഞാൻ കുറച്ച് വൈൽഡിന് വേണ്ടി തന്നെ നമ്മൾ പഴയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു ടാങ്കാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവർക്ക് ഇതുപോലെ കുറേ കിണറ്റിലെ വെള്ളമാണ് വെച്ചേക്കുന്നത്. നമ്മളൊന്ന് നല്ല പൈപ്പ് വെള്ളമുള്ളവരെ നമ്മൾ വെള്ളം ഒന്ന് കണ്ടീഷൻ ചെയ്തിട്ട് വേണം ഇടാൻ. പിന്നെ അതിനകത്ത് ഇവർക്ക് നെസ്റ്റ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് കുറച്ച് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ട്. ഇലയാണെങ്കിലും മതി, കുഴപ്പമൊന്നുമില്ല. അത് ഇവർ അവിടെ തന്നെ കണ്ടുപിടിച്ച് അവിടെ തന്നെ അവർ ബബിൾ നെസ്റ്റ് ഉണ്ടാക്കിക്കോളും. ഞാൻ പറഞ്ഞില്ല, ഇവർ നോർമലി കോക്കിന കോംപ്ലക്സ് അത്ര ഫ്രണ്ട്ലി അല്ല. ഈ ഒരു ലൈനേജ് എങ്ങനെയോ അത്യാവശ്യം നമ്മുടെ അടുത്ത് ഇപ്പോൾ ഫ്രണ്ട്ലി ആയി, വലിയ പേടിയൊന്നുമില്ല. അപ്പോൾ ഇതാണ് ബ്രീഡിങ് സെറ്റപ്പ്. ഈ ടാങ്കിലായിരുന്നു ഇവർ മുമ്പ് കടന്നിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പം കുഞ്ഞുങ്ങളെ കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ ഒരു കുഞ്ഞുങ്ങളെ കൊണ്ട് കാണുന്നുണ്ടോ? ഇത് എൻ്റെ വിരലിൻ്റെ മറ്റൊത്തിരി ഒന്നും പുറത്തോടെ നടക്കില്ല. പക്ഷേ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായി അതിനകത്ത്. പക്ഷേ ഇപ്പോൾ ഒരു 8-10 ഉള്ളെന്ന് തോന്നുന്നു. കുറേ എണ്ണത്തെ ഡെഡായി. ഇത് വേറൊരു ടാങ്ക് സെറ്റ് ചെയ്തതാണ്. ഇതിനകത്ത് പേഴ്സിഫോൺ എന്ന് പറഞ്ഞ വേറൊരു ഗ്രീനിഷ് ടൈപ്പ് കോക്കിന കോംപ്ലക്സ് പറ്റയാണ്. ഇത് അവരുടെ ഒരു പെയറാണ് കേട്ടോ. ഇത് എടുത്തത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള സജിത് ബ്രോയുടെ അടുത്തുനിന്നാണ്. സജിത് ബ്രോയും സജീഷ് ബ്രോയും. സജിത് ബ്രോയുടെ ഫാമിൻ്റെ പേര് ചാരൂസ് ബെറ്റ അക്വാട്ടിക്സ് വൈൽഡ് ബെറ്റയാണ്. വൈൽഡ് ബെറ്റ സ്പെഷ്യലിസ്റ്റുകളാണ്, നല്ല 2 കൂട്ടുകാരാണ്. അപ്പം ഇത് അവരുടെ അടുത്ത് ബ്രീഡായി വളർന്ന കുഞ്ഞുങ്ങളാട്ടോ. നമ്മൾ പണ്ട് പേഴ്സിഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേഴ്സിഫോൺ ബ്രീഡ് ചെയ്യാൻ മുട്ടയിട്ടെങ്കിലും ബ്രീഡായില്ല. അപ്പം അവരുടെ ഒരു പേരെ അവരുടെ അടുത്ത് നിന്ന് എടുത്താണ്. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഞാൻ ബ്രീഡിങ്ങിന് ഇട്ടു, ഈ ടാങ്കിൽ തന്നെ ബ്രീഡിങ്ങിന് ഇട്ടു. പക്ഷേ
അവർ മുട്ടയിട്ടെങ്കിലും കുഞ്ഞ് വിരിഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഒരു പ്രശ്നം അതാണ്, ഈ കോക്കിനോ കോംപ്ലക്സ്. അതിന് കറക്റ്റ് ഒരു സിറ്റുവേഷനിലേ മുട്ട വിരിയുള്ളൂ. എല്ലാ തവണ മുട്ട കിട്ടുന്ന കരുതി മുട്ട വിരിയണമെന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ ഒരു ഹെൻഡ്ര കുഞ്ഞിപ്പുണ്ട്, അതിനെ കാണിച്ചു തരാം. നെറ്റിയിലൊരു പൊട്ട് പോലെയൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ ഈ ഹെൻഡ്രയുടെ കുഞ്ഞുങ്ങൾ നല്ല രസമാണ് കാണാൻ. പിന്നെ നമുക്കിവിടെ നമ്മുടെ ഫ്രണ്ട്സാട്ടോ ഇവിടെ കാടാനും വളർത്തുന്നുണ്ട് ഈ വീടിക്കകത്ത്. ഇത് ഭയങ്കര കൂട്ടാണ്, വരുന്നില്ല. നമ്മളായിട്ട് നല്ല ഫ്രണ്ട്ലിയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുത്ത് തീറ്റയൊക്കെ തരാൻ പറയും അല്ലേ. നമ്മൾ നല്ല കൂട്ടുകാരാ. പൊക്കോ ഹായ് പറഞ്ഞിട്ട് നോക്കാം, ഹായ് പറഞ്ഞിട്ട്. പുതിയ ടാങ്ക് ഇവർക്ക് അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പെട്ടെന്ന് ഇപ്പം നമ്മൾ മാറ്റിയുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് അവരൊരു മേലൊരു ഇച്ചിരി പേടിച്ച് നടക്കണേ. പഴയ ടാങ്ക് കാണുന്നില്ലല്ലോ, അതിൻ്റെ നെസ്റ്റ് കാണുന്നില്ല. എനിക്ക് ചിലപ്പോൾ മുട്ടയിട്ട് വെച്ചിരുന്നതായിരിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് അതൊന്നും നോക്കാൻ പോയില്ല, അവരെങ്ങ് മാറ്റുകയാണ് ചെയ്തത്. ഓക്കെ, എന്തായാലും ബെറ്റ ഹെൻഡ്രനെ ഇത്രയും നേരം കാണിച്ചു തരാൻ പറ്റിയതിൽ ഞാൻ കൃതാർത്ഥനായിരിക്കുന്നു. നിങ്ങളും കൃതാർത്ഥരായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ബെറ്റ ഹെൻഡ്രയുടെ കുറച്ച് വീഡിയോസ് പിന്നെ സൈഡിൽ കൂടി ഇട്ട് തരാം. നമ്മൾ നേരത്തെ വീഡിയോസ് എടുത്ത് വെച്ചേക്കുന്നതൊക്കെ. അപ്പം ഇതാണ് നമ്മളൊരു 2 വർഷമായിട്ട് ഹെൻഡ്ര ചെയ്യുന്നുണ്ട്. ഹെൻഡ്ര കൺസിസ്റ്റൻ്റായിട്ട് എപ്പോഴും കിട്ടുന്നുണ്ട്. വേറെ കുറച്ച് വെറൈറ്റീസ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ. അപ്പം നമ്മുടെ കയ്യിൽ ബർഡികാള, ബ്രൗൺ ഓറും നമ്മുടെ അടുത്ത് വീടായിട്ടുണ്ട്. എനിക്കൊരു നല്ല വീഡിയോ എടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. നമ്മൾ 2-3 പേരൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ആവശ്യക്കാർക്ക് അറിയാവുന്നവർക്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ചോദിക്കുന്ന ആൾക്കാർക്ക് വീഡിയോ എടുത്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഒരു പറ്റി. ഡെഡിക്കേറ്റഡ് ആയിട്ട് പുറകെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും കുഞ്ഞുങ്ങൾ കിട്ടുമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഒരു 3-4 പ്രാവശ്യം അവർ മുട്ടയിട്ടിട്ട് വിരിഞ്ഞില്ലെങ്കിൽ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അത് കഴിയുമ്പോഴാണ് അടുത്ത് സക്സസ്ഫുൾ ആവുന്നത്. എനിക്കിപ്പോഴും ആ ഒരു സമയം കിട്ടാറില്ല. ഒരു പ്രാവശ്യം ഇടും, പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴാണ് അടുത്തത് നോക്കുന്നത്. പിന്നെ പൊതുവെ തണുപ്പുള്ള സീസണിലാണ് ഇവർ കുഞ്ഞുങ്ങൾ കൂടുതലുണ്ടാവുന്നത് കണ്ടിട്ടുള്ളത്. ഇനി ഇവിടെ മഴയത്ത് നമുക്ക് കിട്ടിയ ഒരു കൂട്ടുകാരിയായിരിക്കും. ഞാൻ എൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തു വെച്ചതാണ്, പക്ഷേ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ആളെ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ഏവിയറിക്കകത്താണ് താമസം. നല്ല മഴയത്ത് ഒരു അണ്ണാൻകുഞ്ഞിനെ കിട്ടിയതാണ് മുറ്റത്തുനിന്ന്. കാറ്റടിച്ച് അവിടുന്ന് ചാടിയതാണ്. അപ്പോൾ അത് നമ്മുടെ കൈ കയറി വളർത്തി നമ്മുടെ പിള്ളേരെ എൽസ കൊച്ച്, നമ്മുടെ മൂത്ത ആൾ, നല്ലപോലെ നോക്കി വളർത്തി വലുതാക്കി. പിന്നെ പുറത്ത് വിട്ട് കഴിഞ്ഞപ്പോൾ പുറത്തോട് ഓടി എനിക്ക് അറിയത്തില്ല, നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരിക. പിന്നെ കാക്കയൊക്കെ ഉപദ്രവിക്കുന്നുണ്ടപ്പോൾ എന്നാൽ കുറച്ച് കാലം ഏവിയറിക്കകത്തിരിക്കട്ടെ എന്ന് ഓർത്ത് നമ്മൾ ഏവിയറിയിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആളെ കാണിച്ചത് ഓടി വരിക. നമ്മുടെ കണ്ടത്തെ കുഞ്ഞു എന്നാണ് പേര്. കുഞ്ഞു അതാണ് നമ്മുടെ കുഞ്ഞുവിൻ്റെ കുറേ കോമഡിയൊക്കെ ഉണ്ട്. കുഞ്ഞിന് ചൊറിഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാലൊക്കെ പൊക്കി തരും. കുഞ്ഞു റിച്ചാണ്. നമ്മൾ നട്ട്സൊക്കെ തിന്നാണ് വലുതാവുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഏത്തോട്ട് കയറണം, കളിക്കണം. ഇതൊക്കെ തന്നെ ആളുടെ പരിപാടി. കുഞ്ഞു ഹായ് പറ. കുഞ്ഞു നോക്കോ. ഇക്കിളി കൂട്ടുന്ന ടൈപ്പ് കളിയാ. എടാ നീ ചത്തു പോകും. എൻ്റെ കയ്യിൽ നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു. ഫുള്ള് കളിയാണ് കേട്ടോ. പക്ഷെ കളിച്ച് ഇടയ്ക്കിച്ച് നമുക്ക് വേദന എടുക്കുക, അതാണ് പ്രശ്നം. ഗുഡ് ഗേൾ കുഞ്ഞു. കാല് പൊക്കി തരുന്നുണ്ട് ചെറിയ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. കുറച്ചധികം നീണ്ടുപോകും തോന്നുന്നു. ഓക്കെ, അപ്പം അടുത്ത വീഡിയോസ് ചെയ്യാനുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് തന്നാൽ ഉപകാരമായിരുന്നു. നമുക്ക് കൂടുതൽ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്ക്, കമൻസിൽ വരുന്ന കോമൺ ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കൊക്കെ ഫോളോ ചെയ്താൽ നമ്മുടെ റെഗുലർ അപ്ഡേറ്റ്സ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും സ്നേഹം. ബൈ.